പെട്രോളിയത്തിൻ്റെ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടയ്ക്ക് എത്ര നികൃഷ്ടമായ ഒരു ഗൂഢ നീക്കവുമായിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ MLA എൻ്റെ വീട്ടിലേക്ക് വന്നതെന്നുള്ള കഥ യുവരാജ് പറയും. മ്ലേച്ഛമാണ്. അതുകൊണ്ട് എനിക്കത് പറയാൻ വയ്യ. ഞാനതൊരു കുടുംബ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ പ്രചരണവും ഉണ്ടാവണം. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു അസത്യം, അധർമ്മ. മന്ത്രി എൻ്റെ വീട്ടിലേക്ക് വരുന്നു, സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. ഞാൻ സിവിൽ സപ്ലൈസ് മന്ത്രിയല്ല, പക്ഷേ ഞാൻ പെട്രോളിയം മന്ത്രിയാണ്. അദ്ദേഹം വരുന്നു, ഞാൻ കേൾക്കുന്നു. പുറത്ത് പത്രക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഒരു ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു, സംസാരിച്ചു. കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. പുറത്തിറങ്ങി അദ്ദേഹം എന്ത് വർത്തമാനമാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങളെല്ലാം പത്രങ്ങളിൽ കൂടെയും TV-യിലൂടെയും കണ്ടു കാണും. മുഴുവൻ നുണയായിരുന്നു. ഞാനിന്ന് ഇവിടെ എത്താൻ പറ്റാഞ്ഞിട്ടും നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇത് ഉറച്ച വിജയമായിരിക്കണമെന്ന് എൻ്റെ നിർബന്ധമാണ്. കഴിഞ്ഞ ഒരു 5-6 ദിവസം മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പെരുത്ത നുണയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണോ ഒരു MLA-ക്ക് അത് ചെയ്യാം? മന്ത്രി അങ്ങനെയാണോ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഞാനിവിടെ പ്രചരണം നടത്തുന്ന ഏതെങ്കിലും യോഗത്തിൽ വന്ന് ഇതിന് മറുപടി പറയട്ടെ. അങ്ങനെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കരുത്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നത് ചീറ്റ്സ് എന്നല്ല, ട്രൈറ്റേഴ്സ് എന്നായിരിക്കണം. അത് തന്നെയാണ് അതിനുള്ള മറുപടി. ഇതിനു മുമ്പ് മണ്ണെണ്ണ വിഷയത്തിലും ചെയ്തിട്ടുണ്ട്. ഞാൻ മണ്ണെണ്ണ വിഷയത്തിലുള്ള നുണ അറിയണമെങ്കിൽ നാഷണൽ ഡേറ്റ നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിന് അവകാശപ്പെട്ടതിൻ്റെ ഏകദേശം ഇരട്ടിയോളമാണ് നൽകിയത്. എന്നിട്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് നുണ എന്ന് പറയുന്ന മണ്ണെണ്ണ ഒഴിച്ച് കലക്കിയത് ഇതേ വ്യക്തി. അത് രാഷ്ട്രീയ ധർമ്മമായിരിക്കും, പക്ഷെ ഭരണത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ അത് ധർമ്മമാവില്ല ഒരിക്കലും. ഞാൻ എൻ്റെ ഇലക്ഷനിൽ പോലും സഹസ്ഥാനാർത്ഥികളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ ഇതിവിടെ പറഞ്ഞ് ഈ മണ്ഡലത്തെ മുഴുവൻ അറിയിക്കുക. ഒരു MLA-ക്ക് വക്രമൊക്കെ ഇത്തിരി ആവാം, പക്ഷെ ഒരു മന്ത്രിക്ക് അത് പാടില്ല. ആ മന്ത്രിയുടെ രാഷ്ട്രീയത്തിന് അധമം നമുക്ക് അംഗീകരിക്കാം, പക്ഷെ ഭരണത്തിൻ്റെ അധമം ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല, നിങ്ങളും അംഗീകരിക്കരുത്. അതിനുള്ള ഒരു ശിക്ഷ അദ്ദേഹത്തിന് നൽകണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. വളരെ മോശമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൗരൻ്റെയും അന്നം മുടങ്ങരുത് എന്ന് പറയുന്നതിന് പദ്ധതി ഇട്ടുകൊണ്ടാണ് ദേശവ്യാപകമായി 28 മുഖ്യമന്ത്രിമാരെയും മറ്റ് 8 യൂണിയൻ ടെറിട്ടറികളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അധികാരം ഏൽപ്പിച്ചത്. നിങ്ങൾക്ക് നിശ്ചയിക്കാം ഏതൊക്കെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇത് നൽകാം. നിങ്ങളുടെ കളക്ടർമാരെ ഉപയോഗിക്കാം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഡെയിലി ഓരോ ദിവസവും അവലോകനം നടത്തണം, റിപ്പോർട്ടുകൾ ശേഖരിക്കണം, ആവശ്യം വയ്ക്കണം. അതനുസരിച്ച് ഞങ്ങൾ നൽകും. ഡൊമസ്റ്റിക് സിലിണ്ടറുകളുടെ കാര്യത്തിൽ ഒരങ്കലാപ്പും ഉണ്ടായിരുന്നില്ല. മാർച്ച് 3-ാം തീയതി വരെ പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് 60 ലക്ഷമായിരുന്നു ആവറേജ്. അത് പെട്ടെന്ന് എങ്ങനെയാണ് 82 ലക്ഷത്തിലേക്കും 88 ലക്ഷത്തിലേക്കും ഒക്കെ ചാടിയത്? എനിക്ക് തോന്നുന്നത് ഒന്ന് വിട്ടുകൊടുത്താൽ ഈ ഭാരതത്തിലെ പ്രതിപക്ഷമെന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരങ്ങളും ചേർന്ന് വേണമെങ്കിൽ ഇറാനിൽ പോയി, ഇസ്രായേലിൽ പോയി, അമേരിക്കയിൽ പോയി ഒക്കെ ഈ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ മുഴുവൻ ബോംബിട്ട് നശിപ്പിച്ച് കളയുമെന്നാ തോന്നുന്നത്. അത്രയ്ക്കും വൈകൃതം നിറഞ്ഞതാണ് അവരുടെ പ്രതിപക്ഷ ഓപ്പറേഷനുകൾ. ഏതൊരു സന്നിഗ്ധ ഘട്ടം ഉയർന്നാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമല്ലേ, കുറ്റവും കുറവുകളും ഒക്കെ പറയും. പക്ഷെ ഒരു അപകട ഘട്ടം വരുന്നു, അതിനെ തരണം ചെയ്യണമെങ്കിൽ എല്ലാവരും ഒത്തുനിൽക്കുമല്ലേ. അവിടെ രാഷ്ട്രീയം നോക്കി കളിക്കാൻ നിൽക്കുമോ?